നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചി എയർപോർട്ടിലാണ്. അപ്പോൾ നമ്മളെ തായ്ലാൻഡ് ട്രിപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് അങ്കമാലി വരെ ഞങ്ങൾ ട്രെയിനിലാണ് വന്നത്. അങ്കമാലിയിൽ നിന്ന് ഒരു ടാക്സി വിളിച്ചാണ് എയർപോർട്ടിലേക്ക് എത്തിയത്. കേരളത്തിൽ നിന്ന് തായ്ലൻഡ് വരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്. ഇന്നത്തെ വീഡിയോയിൽ കൊച്ചി മുതൽ നമ്മൾ ബാങ്കോക്ക് വരെയുള്ള കംപ്ലീറ്റ് യാത്രയാണ് കാണിക്കുന്നത്. 8500 രൂപയ്ക്ക് തായ്ലൻഡിൽ പോകാൻ പറ്റുമോ? അതും ഡയറക്റ്റ് ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്ന് ബാങ്കോക്ക് വരെ. ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈസി ആയിട്ട് തായ്ലാൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ഞങ്ങളെ തായ്ലാൻഡ് ട്രിപ്പ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂർ മുമ്പ് തന്നെ എയർപോർട്ടിൽ എത്തുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എയർപോർട്ടിനകത്തേക്ക് കയറുന്ന ഗേറ്റിൽ CISF ഉദ്യോഗസ്ഥർ നമ്മളെ ടിക്കറ്റും പാസ്പോർട്ടും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും. എന്നിട്ടാണ് നമ്മളെ എയർപോർട്ടിനകത്തേക്ക് കയറ്റുന്നത്. അതിന് ശേഷം നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ 24 മണിക്കൂർ മുമ്പ് തൊട്ടിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ചെക്ക് ഇൻ പ്രോസസ്സ് ചെയ്യാം. ഓൺലൈനായിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/4 മണിക്കൂർ അവിടെ ക്യൂ നിൽക്കുന്നത് നമുക്ക് ലാഭിക്കാം. എയർപോർട്ടിനകത്തേക്ക് കയറിയാൽ നമ്മൾ ആദ്യം ചെല്ലേണ്ടത് നമ്മളെ ഫ്ലൈറ്റിൻ്റെ കൗണ്ടർ അവിടെ ഉണ്ടാവും. ഓൺലൈനായിട്ട് ചെക്ക് ഇൻ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും സെപ്പറേറ്റ് കൗണ്ടറാണ്. ഞങ്ങൾ നേരത്തെ തന്നെ ഓൺലൈനായിട്ട് ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് നമുക്ക് ചെക്ക് ഇൻ കൗണ്ടറിലേക്കാണ് നമ്മൾ ചെന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ബോർഡിംഗ് പാസ് തരുന്നത്. അപ്പോൾ ഈ ബോർഡിംഗ് പാസ് തരുമ്പോൾ നമ്മൾ പാസ്പോർട്ടും ടിക്കറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടും. ഇതേ കൗണ്ടറിൽ നിന്ന് തന്നെയാണ് അവർ നമ്മളുടെ ലഗേജിൻ്റെ വെയിറ്റ് എല്ലാം നോക്കുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത് വലിയ ലഗേജ് ഉണ്ടെങ്കിൽ, ചെക്കിങ് ലഗേജ് ഉണ്ടെങ്കിൽ അവിടുന്ന് വെയിറ്റ് നോക്കിയിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ലഗേജ് സെക്ഷനിലേക്ക് പോകും. ചെറിയ ലഗേജ് ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് നമുക്ക് ഫ്ലൈറ്റിനകത്തേക്ക് കയറാം. ചെക്ക് ഇൻ കൗണ്ടറിൽ നിന്ന് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇമിഗ്രേഷൻ ചെക്കിംഗ് ആണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇമിഗ്രേഷനിലേക്ക് ചെല്ലും. അവിടെയാണ് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ പാസ്പോർട്ടും ഇതെല്ലാം വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളെ കയ്യിലുള്ള ലഗേജിൽ, ഈ ചെറിയ ലഗേജിലുള്ള ഇലക്ട്രോണിക്സ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഓരോരോ ബോക്സിലാക്കിയിട്ട് നമ്മളെ ബാഗ് എല്ലാം ബോക്സിലാക്കിയിട്ട് നമ്മൾ സ്കാൻ ചെയ്യാൻ വെക്കണം. അപ്പോൾ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ ചെക്കിങ്ങും നമ്മളെ ബോഡി എല്ലാം അവർ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഗേറ്റിലേക്കാണ്. നമുക്ക് ഇവിടുന്ന് ബോർഡിംഗ് പാസ് തരുമ്പം തന്നെ അതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ഏത് ഗേറ്റ് നമ്പറിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നമുക്ക് പോകേണ്ട ഗേറ്റ് നമ്പറിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും എപ്പോഴാണ് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വിളിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഗേറ്റ് കടന്നിട്ട് നമ്മളെ ഫ്ലൈറ്റിനകത്തേക്ക് കയറാം. അങ്ങനെ ഞങ്ങൾ ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിനകത്തേക്ക് കയറാൻ പോവുകയാണ്. ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് ഒരു തായ് സുന്ദരി അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറുന്ന അവിടെ തന്നെ ഉണ്ടായിരുന്നു. തായ് ലയൺ എയറിലാണ് ഞങ്ങൾ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു ഫ്ലൈറ്റിൽ കയറുന്നത്. ഞങ്ങളെ 3 പേരെയും ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ അതിനകത്തേക്ക് കയറിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായി. ആദ്യമായിട്ടാണ് ഈ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത്. ഞങ്ങളുടെ സീറ്റ് കണ്ടുപിടിക്കാൻ നമ്മളെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ക്യാബിൻ ക്രൂ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഫ്ലൈറ്റിലിരുന്നപ്പോൾ ഇവരുടെ തായ് ലയൺ എയറിൻ്റെ നമ്മൾ സ്കൈ കഫേ മെനു ഒക്കെ ഒന്ന് ചുമ്മാ മറിച്ചു നോക്കിയപ്പോഴാണ് നമുക്കൊരു സത്യം മനസ്സിലായത്. ഇനി തൊട്ടിട്ട് രൂപയില്ല, തായ് ബാത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ ഒരു 10,000 തായ് ബാത്ത് അവിടുന്ന് കൺവേർട്ട് ചെയ്തിരുന്നു. ഏകദേശം ഒരു 3 രൂപേൻ്റെ അടുത്താണ് ഒരു തായ് ബാത്തിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 29,000 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ 10,000 തായ് ബാത്ത് പുറത്തുനിന്ന് കൺവേർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. അപ്പോൾ മാക്സിമം പുറത്ത് എവിടെന്നെങ്കിലും നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് നല്ലത്. പിന്നെ കുറച്ച് ഇന്ത്യൻ മണിയും നമ്മളെ കയ്യിലുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായപ്പോൾ നമ്മുടെ ക്യാബിൻ ക്രൂ ഒക്കെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി. ഇതൊക്കെ ആദ്യത്തെ കാഴ്ചയാണ് കേട്ടോ. നമ്മളെ ഫസ്റ്റായിട്ട് ഇതെല്ലാം കണ്ടു. അവർ ഏകദേശം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായപ്പം ലൈറ്റ് മെല്ലെ അണഞ്ഞു. വേഗത്തിൻ്റെ ഉള്ളിലൂടെ പോകുന്നത്. അതിന്
പുലർച്ചെ 2:10 ഞങ്ങളെ ഫ്ലൈറ്റ്. ഏകദേശം കുറച്ച് കഴിഞ്ഞതിന് ശേഷം നേരം വെളുത്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ ഏകദേശം തായ്ലാൻഡിലേക്ക് അടുത്ത് തുടങ്ങി. തായ്ലാൻഡിലെത്തുന്നത് 7:45-നാണ്. 4 മണിക്കൂറാണ് നമുക്ക് ഫ്ലൈ ചെയ്യാനുള്ളത്. നമ്മളുടെ ഇന്ത്യൻ ടൈമും തായ്ലാൻഡിലെ ടൈമും തമ്മിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടത്തെക്കാളും 1.5 മണിക്കൂർ മുൻപിലാണ് തായ്ലാൻഡിലെ സമയം. ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റതാണ്. അതിനിതുവരെ എഴുന്നേറ്റിട്ടില്ല. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടതോടുകൂടിയിട്ട് നമ്മൾ ആ സത്യം മനസ്സിലാക്കി. നമ്മൾ വേറൊരു രാജ്യത്തെത്തിയിരിക്കുന്നു. ഇപ്പം കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും. നമുക്ക് തായ്ലൻഡിലേക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ എക്കോണമി ആയിട്ട് തായ്ലൻഡിലേക്ക് യാത്ര ചെയ്യാനുള്ള ഏറ്റവും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് തായ് ലയൺ എയർ. അപ്പോൾ ഇത് ഡയറക്റ്റ് ഫ്ലൈറ്റാണ്. 2 ഫ്ലൈറ്റാണ് തായ്ലൻഡിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ളത് കൊച്ചിയിൽ നിന്ന്. അത് ഒന്ന് തായ് ലയൺ എയറും മറ്റേത് എയർ ഏഷ്യ ആണെന്ന് തോന്നുന്നു. അത് ഏകദേശം ഒരു 11:30-ക്കാണെന്നാണ് എൻ്റെ ഒരു സംശയം. അപ്പോൾ ഈ 2-ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തായ്ലൻഡിലേക്ക് എത്താം. ഏകദേശം ഒരു 4-4.5 മണിക്കൂർ കൊണ്ട് നമുക്ക് കൊച്ചിയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് എത്താം. ഞങ്ങൾക്ക് ഒരാൾക്ക് ഈ ഫ്ലൈറ്റിന് തായ് ലയൺ എയറിൻ്റെ ഫ്ലൈറ്റിന് നമുക്ക് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വന്നിരിക്കുന്നത് 8,500 രൂപയാണ്. അപ്പോൾ നമ്മളത് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. ഒരു 1.5 മാസം മുൻപ് ബുക്ക് ചെയ്തുകൊണ്ടാണ് ഈ റേറ്റിന് കിട്ടിയത്. നമ്മൾ ഈ ഡേറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് ടിക്കറ്റിൻ്റെ റേറ്റ് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവസാന നിമിഷം നോക്കിയപ്പോൾ 15,000 ആയിരുന്നു ഈ ടിക്കറ്റിൻ്റെ റേറ്റ്. നേരെ ഡബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് നേരത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിടുന്നതാണ് നമുക്ക് ഒരുപാട് ചിലവുകൾ കുറയ്ക്കാൻ പറ്റും. നേരത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു 1.5 മാസം മുന്നേ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. അതിന് ശേഷമാണ് അവിടുത്തെ നമ്മൾ തായ്ലൻഡിൽ എത്തിയാലുള്ള പ്ലാനുകളൊക്കെ അതിന് ശേഷം ലാസ്റ്റിൽ 2 ആഴ്ച മുൻപാണ് ബാക്കിയുള്ള പ്ലാനുകളെല്ലാം സെറ്റാക്കുന്നത്. അങ്ങനെ ഫ്ലൈറ്റിൽ അനൗൺസ് വന്നു തുടങ്ങി. നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകാമെന്നുള്ള അനൗൺസ് വന്നു. അടുത്ത നിമിഷം തന്നെ ഫ്ലൈറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ബാങ്കോക്കിലെ ഡോൺ മോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് വന്നിരിക്കുന്നത്. ബാങ്കോക്കിൽ തന്നെ 2 എയർപോർട്ടുണ്ട്. ഒന്ന് സുവർണഭൂമി എയർപോർട്ടും ഒന്ന് ഡോൺ മോങ് എയർപോർട്ടും. ഈ സുവർണഭൂമി എയർപോർട്ട് എന്ന് പറയുന്നത് ബാങ്കോക്ക് സിറ്റിയിൽ തന്നെയാണ്. ഈ ഡോൺ മോങ് എയർപോർട്ട് ബാങ്കോക്ക് സിറ്റിയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബാങ്കോക്ക് സിറ്റിയിലേക്ക് ആണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ബാങ്കോക്ക് സിറ്റിയിൽ കവോസൻ റോഡിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ടെർമിനൽ 1 പോയിട്ട് അവിടെ A4 ബസ്സിൽ കയറണം. A4 ബസ്സിൽ നമ്മൾ 1 മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാങ്കോക്ക് സിറ്റിയിലേക്ക് എത്താം. നമുക്ക് പോകേണ്ടത് കവോസൻ റോഡിലേക്കാണ്. നമുക്ക് ഓൺ അറൈവൽ വിസ ഇവിടെ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിൽ ഒന്നാണ് നമ്മളെ പാസ്പോർട്ട്, തായ്ലൻഡ് ഡിജിറ്റൽ കാർഡ് TDC ഫോം. അപ്പോൾ ഇത് നമ്മൾ ഫില്ല് ചെയ്യണം. ഇത് നമ്മൾ ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ മുൻപ് ഒരു 72 മണിക്കൂർ മുമ്പായിട്ട് ഈ TDC ഫോം ഫില്ല് ചെയ്യണം. നമ്മൾ എത്ര ദിവസം ഇവിടെ ഉണ്ട്, എങ്ങോട്ടേക്കാണ് നമ്മൾ അടുത്ത യാത്ര, എവിടെ നിന്നാണ് വരുന്നത്, ഇതെല്ലാം ഈ ഡീറ്റെയിൽസ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഫോമാണ് TDC ഫോം. അപ്പോൾ ഇത് ഫില്ല് ചെയ്താൽ നമുക്കൊരു PDF ആയിട്ട് നമുക്ക് മെയിൽ വരും. നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് കാണിക്കണം. പിന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ ഒരാൾക്ക് 10,000 തായ് ബാത്ത് നമ്മുടെ കൈവശം ഉണ്ടെന്ന്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് വിസ ലഭിക്കുന്നതിന് എയർപോർട്ടിൽ നമ്മൾ കാണിക്കേണ്ടത്. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ മറ്റൊരു രാജ്യത്ത് തായ്ലാൻഡിൻ്റെ ഭൂമിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു. ഞങ്ങളെല്ലാവരും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കാരണം നമ്മൾ ഇതുവരെ പുറത്തേക്കൊരു യാത്ര ചെയ്തിട്ടില്ല, ഇൻ്റർനാഷണലായിട്ട് അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് ഇതുവരെ നമ്മൾ ആരും യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങളെല്ലാവരും. രാത്രി വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതോട് കൂടിയിട്ട് ഞങ്ങളെ എല്ലാ ക്ഷീണവും എല്ലാം മാറി. നമ്മൾ ആ ഒരു പുതിയൊരു രാജ്യത്തെത്തിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. നമ്മൾ ഇതിനു മുൻപ് തായ്ലാൻഡിലേക്ക് വരുന്നതിന് മുമ്പ് കുറേ വീഡിയോസ് കണ്ടായിരുന്നു. മുന്നേ പോയിരുന്ന ആളുകളുടെ അനുഭവം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അവർ ഒരുപാട് ആളുകൾ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ തായ്ലാൻഡിലേക്ക് നമ്മൾ ബാങ്കോക്കിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓടണമെന്ന്. കാരണം ഒരുപാട് ഫ്ലൈറ്റുകൾ വരുന്ന സമയമാണ് ഈ രാവിലത്തെ ഈ സമയം. എന്നുവെച്ചാൽ യൂറോപ്പിൽ നിന്നും പിന്നെ അമേരിക്കയിൽ നിന്നും വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ഫ്ലൈറ്റുകൾ വന്ന് ലാൻഡ് ചെയ്യുന്ന സമയമാണ് ഈ രാവിലെ. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ടാവും. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ, നമ്മൾ വിസ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പുറത്തിറങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ വലിയൊരു ക്യൂവിൽ പെട്ട് കഴിഞ്ഞാൽ കുറേ സമയം നമുക്ക് അങ്ങനെ വേസ്റ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വളരെ സ്പീഡിലാണ് ഞങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൺ അറൈവൽ വിസൻ്റെ കൗണ്ടറിലെത്തുക, എത്രയും പെട്ടെന്ന് വിസ എടുക്കുക, എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുക. ഈ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഇനി ബാക്കിയുള്ളത്.
വിസ പ്രോസസ്സിങ് നടക്കുന്ന സ്ഥലത്ത് ഈ വീഡിയോ എടുക്കാനുള്ള അനുവാദം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുത്തെ വീഡിയോ ഒന്നും ചിത്രീകരിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഓൺ അറൈവൽ വിസ കിട്ടി. നമ്മൾ അവിടെ നിന്ന് ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. വിസ എടുക്കുന്ന സമയത്ത് നമ്മളെ TDC ഫോമിൽ തായ്ലാൻഡ് ഡിജിറ്റൽ കാർഡിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് നമ്മൾ അവിടുന്ന് തന്നെ വീണ്ടും ഒരു ഫോമും കൂടെ ചെയ്തു. നമ്മൾ അവിടുത്തെ എയർപോർട്ടിലെ വൈഫൈ ഉപയോഗിച്ചിട്ട് വീണ്ടും ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്തിട്ടാണ് നമുക്ക് വിസ കിട്ടിയത്. ഈ TDC ഫോമും പിന്നെ നമ്മളെ പാസ്പോർട്ടും അല്ലാതെ വേറൊരു ഡീറ്റെയിൽസും നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും നമ്മൾ റൂം ബുക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ നമ്മളെ കൈവശം ഉണ്ടായിരുന്ന തായ് ഭാഗത്ത് ഇതെല്ലാം കാണിച്ചു കൊടുക്കണം. ഇതൊന്നും നമ്മളെടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. തായ്ലാൻഡിൽ ബാങ്കോക്കിൽ ഡോൺമോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത്. ഇന്ന് പുലർച്ചെ 2:10 നമ്മളവിടെ നിന്ന് കയറിയതാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 7:45 നമ്മളിവിടെ എത്തിയിട്ടുണ്ടായി. 7:45 എത്തി. നമ്മൾ ആ സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഇവിടെ സിം എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. 2-3 ഇൻ്റർനാഷണൽ സിമ്മിൻ്റെ ഒക്കെ സ്റ്റോളുകളുണ്ട്. ഇൻ്റർനാഷണൽ സിമ്മിൻ്റെ ഉണ്ട്, 7-Eleven ഷോപ്പുകളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ക്ലൂക്കിലെടുക്കാം, ആപ്ലിക്കേഷൻ ഉണ്ട്, ആ ക്ലൂക്കിലെടുക്കാം. അപ്പോൾ ഏതാണ് നമ്മൾക്ക് ബെസ്റ്റായിട്ട് നമുക്കൊരു മാച്ച് തോന്നുന്ന ഏതാണെന്ന് അത് എടുക്കാം. അപ്പോൾ യാത്രയിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വന്നത് ഇവിടെ ഒരു പാക്കേജും ഇല്ലാതെയാണ് വന്നത്. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നു, റൂംസ് ബുക്ക് ചെയ്തു. പിന്നെ നമ്മൾ തന്നെ സെറ്റ് ചെയ്തൊരു പ്ലാൻ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ ഈ സീരീസ് തായ്ലാൻഡ് സീരീസ് മൊത്തമായിട്ടും കാണുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പാക്കേജ് ഇല്ലാതെ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ബഡ്ജറ്റ് ട്രിപ്പാക്കിയിട്ടാണ് നമ്മൾ വന്നത്. ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നമ്മൾ ഫാമിലി ആയിട്ട് ഞാൻ വൈഫും മോളുമായിട്ടാണ് വന്നത്. അപ്പോൾ ഫാമിലി ആയിട്ട് സേഫായിട്ട് എങ്ങനെ യാത്ര ചെയ്യാന്നുള്ളതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ തുടർന്നിട്ടുള്ള വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അടുത്ത ട്രിപ്പിൽ നിങ്ങളത് നമ്മളെ കൂടെ അനുഭവം വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡോൺമോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയതാണ്. സിം എടുക്കാൻ വേണ്ടി നിൽക്കുക. ഒരുപാട് യാത്രക്കാർ കുറവാണ് തോന്നുന്നത്. കാരണം വാർ നടക്കുന്നതുകൊണ്ട് ഇവിടെ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല. നമ്മൾ വന്ന ഫ്ലൈറ്റിലാണെങ്കിൽ തന്നെ ഒരുപാട് സീറ്റുകൾ ഫ്രീ ആയിരുന്നു. നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അത് ഫില്ലായി എന്നൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ കയറിയ സമയത്ത് കുറേ സീറ്റുകൾ ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാച്ചിലെ ടൈം ഇപ്പോൾ 7:20 പക്ഷേ എൻ്റെ ഫോണിലെ ടൈമും വാച്ചിലെ ടൈമുമായിട്ട് വ്യത്യാസമുണ്ട് 1.5 മണിക്കൂർ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ടൈമും ഇവിടുത്തെ ടൈമുമായിട്ട് 1.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് നമ്മളെ ബാങ്കോക്ക് സിറ്റിയിലേക്ക്. അങ്ങോട്ടേക്കാണ് ഇനി അടുത്തതായിട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ A4 എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സുണ്ട്. നമ്മൾ ആ ടെർമിനലിലേക്ക് പോകാൻ പോവാണ്. A4 ബസ്സിൽ കയറി കഴിഞ്ഞ് നേരെ ബാങ്കോക്കിൽ പോയിട്ട് അവിടെ കാവോസൻ റോഡിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത്. ഡാങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള റൂമിലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. വേറൊരു അടിപൊളി കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ 3 ആളെയും ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത് കൊച്ചിയിൽ നിന്ന് ബാങ്കോക്കിലേക്ക്. നമ്മളെ ജീവിതത്തിലെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് നമ്മൾ 3 ആളെ. അപ്പോൾ അതിനോ എങ്ങനെ ഉണ്ടായിന് വിമാനത്തിൽ? സൂപ്പറാ, ഇഷ്ടപ്പെട്ടോ? ആദ്യത്തെ ഫ്ലൈറ്റാണ്, പിന്നെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ യാത്രയാണ്. അത് ഒരു പാക്കേജും ഇല്ലാതെയാണ് നമ്മളിവിടെ എത്തിയത്. എന്താണെന്ന് അറിയില്ല. അത്യാവശ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മളെ മിസ്റ്റേക്കും അല്ലാതെ അനുഭവങ്ങളും എല്ലാം ഈ വീഡിയോയിൽ തുടർന്ന് നമ്മൾ പറയും. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇനി പോകുന്നവർക്കൊരു ഹെൽപ്പായിരിക്കും ഇത്. നമ്മൾ പുറത്തിറങ്ങാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഇനി നമ്മൾ A4 ബസ്സിൽ നമുക്ക് കാവോസൻ റോഡിലെ ബാങ്കോക്ക് സിറ്റിയിൽ കാവോസൻ റോഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളെ തുടർന്നുള്ള വീഡിയോ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.